ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി നമ്മുടെ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറ് ഇതാ വരുന്നുണ്ട്. അപ്പം കാറൊക്കെ വന്നു. നമ്മൾ കാറിൽ കയറി എങ്ങോട്ടേക്കാണ് യാത്ര എന്നല്ലേ? ഞങ്ങൾ ഇന്ന് പോകുന്നത് പൂവാർ ഐലൻഡിലേക്കാണ്. പൂവാർ ഐലൻഡ് നല്ല അടിപൊളി ഐലൻഡാണ് കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളി സൂപ്പർ, എന്താ പറയുക, വെള്ളത്താൽ ചുറ്റി കിടക്കുന്ന ഒരു ഐലൻഡ്. അതിൽ ബോട്ടിങ്ങാണ് കാര്യമായിട്ട് ഉള്ളത്. അങ്ങനെ കാറിലൊക്കെ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. യാത്ര നല്ല സുഖമായിരുന്നു കേട്ടോ. യാത്ര പോവാൻ, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ റോഡിലൂടെ പോകാൻ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പൂവാറിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അവിടെ ഉള്ള ഗൈഡ് നമ്മളടുത്തേക്ക് വരും. അവർ നമുക്ക് അവിടെയുള്ളൊരു കാർഡൊക്കെ കാണിച്ചു തരും. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, അങ്ങനെ 2 മണിക്കൂർ, 3 മണിക്കൂർ എന്നും പറഞ്ഞ് അവിടെ ഓരോ മണിക്കൂറിനാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ ഏതാണോ ഇഷ്ടം അത് നോക്കിയിട്ട് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 മണിക്കൂറിനടുത്തോളം ഉള്ളതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മളെ കൂടെ ഒരു ഗൈഡും ഉണ്ടാകും, നമുക്ക് ഒരു ബോട്ടും ഉണ്ടാകും. നമ്മൾ ഫാമിലി മാത്രമായിട്ട് നമുക്ക് പോയി വരാനൊരു ബോട്ട്. ഞങ്ങൾക്ക് കിട്ടിയത് 7 ആൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോട്ടായിരുന്നു. അതിൽ വേറെ ആരുമില്ല, നമ്മളെ ഫാമിലി മാത്രമാണ് പോവുക. നമ്മളെ കൂടെ ഒരു ഗൈഡും ഉണ്ടാകും. പിന്നെ അവിടേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ രാവിലെ പോകണം, രാവിലെ ബോട്ടിങ് തുടങ്ങുന്ന സമയത്ത് പോകണം, അല്ലെങ്കിൽ വൈകിട്ട് പോകണം. അതായിരിക്കും നന്നാവുക. ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കാരണം നമുക്കങ്ങനെ അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ പോകണം. അപ്പം ഞങ്ങൾ പോയത് വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അധികം വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പോയത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാംഗ്രോവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ 2 ഭാഗത്തും കാട് പിടിച്ച കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു യാത്രയായിരുന്നു ആ ബോട്ടിങ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകാൻ എന്താണ് ഇത്ര വലിയ കാര്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതെങ്ങനെയാണ് പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ. അങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയും നല്ലൊരു രസമായിരുന്നു അത്. ഈ ഫോണിലൂടെ എത്രത്തോളം അതിൻ്റെ ഭംഗി പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരിട്ട് കാണുന്നതാണ് അതിൽ ഏറ്റവും അതിൻ്റെ ഭംഗി നമുക്ക് അനുഭവപ്പെടുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇളനീരൊക്കെ ഉണ്ട്. ഇളനീരൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കുടിക്കാം. പക്ഷേ നല്ല പൈസയായിരിക്കും. കാരണം ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരാഗ്രഹമൊക്കെ തോന്നും ഇളനീരൊക്കെ കുടിച്ച് ഇങ്ങനെ പോകാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ചാർജ് ആ ഇളനീരിൻ്റെയൊക്കെ നല്ല ചാർജ് അവർ വാങ്ങുന്നുണ്ട് കേട്ടോ.
ഇത് ആ കായലിലുള്ള റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. നോൺ വെജും വെജും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. നമുക്ക് വേണ്ടുന്നത് അവിടുന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലേക്ക് തരണമെങ്കിൽ അങ്ങനെ തരും. ബോട്ടിലിരുന്ന് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് പിന്നെ വെള്ളം വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ ഒക്കെ ആ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടും. ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ശരവണ ഭവൻ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബീച്ചാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെപ്പോലെ തന്നെ മറ്റു കുറേ ഫാമിലീസ് ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ജോസ് കെ മാണി സാറിൻ്റെ ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. നമ്മൾ അവിടേക്കൊക്കെ ഒന്ന് പോയി വെറുതെ ചുറ്റി ഒന്ന് അവിടുന്ന് ഉള്ളിലേക്കൊന്നും കയറാൻ സമ്മതിക്കില്ല. നമ്മൾ പുറത്തുനിന്ന് കാണുക എന്നല്ലാണ്ട് ഉള്ളിലേക്കൊന്നും നമ്മൾ അനുവദിക്കില്ല. നമ്മൾ പുറത്തുനിന്ന് അതൊക്കെ കണ്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കായലിലൂടെ തന്നെ. അതുപോലെ നിങ്ങൾ എന്തേ അവിടെ ദൂരെ ഒരു ആന ഇരിക്കുന്നത് കാണുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷെ അത് ആനയല്ല കേട്ടോ. ആന ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതൊരു എലിഫൻറ്റ് റോക്കാണ്. അത് ഒരു ആനപ്പാറ അങ്ങനെയാണ് അതിൻ്റെ പേര്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അടുത്ത് നമ്മൾ വിചാരിക്കും അവിടെ ഒരു ആന ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. ആ കാണുന്നത് ഓരോരോ കോട്ടേജാണ്. അവിടെ താമസിക്കാൻ നമുക്ക് പറ്റും. അവിടെ താമസിക്കാൻ 24 മണിക്കൂറാണ് അവർ അനുവദിക്കുന്നത്. അതിന് നല്ല പൈസ അവർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് ഇതുണ്ടോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലൂടെ ഇങ്ങനെ തൊട്ടില്ല എന്നിങ്ങനെ രീതിക്ക് പോകുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കൂടെ വരുന്ന ആ ഗൈഡാണ് കേട്ടോ. അവർ നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ഇതൊരു തുരുത്താണ് കേട്ടോ. ഒരു തുരുത്ത് നിന്ന് അവിടെ ഒരു മദർ മേരി സ്റ്റാച്യു ഉണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. അതിന് അടിയിൽ ഒരു പ്രാർത്ഥനാ റൂം പോലെ അവിടെ ഒരു റൂമൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ഗുഹ പോലെയൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ആ പടിയിൽ താഴെ കൂടിയാണ് നമ്മൾ അടിയിലേക്ക് പോവുക, ഗുഹയിലേക്ക് പോവുക. അത് നല്ല ഇരിക്കാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇനി ഈ കാണുന്നതൊക്കെ കോക്കനട്ട് ഐലൻഡ് എന്നാണ് അവിടെ പറയുന്നത്. കോക്കനട്ട് ഐലൻഡിൽ ഒരുപാട് തെങ്ങുകളൊക്കെ കണ്ടോ. ഒരുപാട് തെങ്ങുകളുണ്ട്. അതുകൊണ്ടായിരിക്കാം അതിന് കോക്കനട്ട് ഐലൻഡ് എന്ന് പേര് വന്നത്. ആ കാണുന്ന ഒരു പാലമില്ലേ, ആ പാലത്തിൽ തന്നെ അപ്പുറത്തേക്ക് കന്യാകുമാരിയാണെന്നാണ് അവർ പറഞ്ഞു തന്നത്. ആ പാലം ശരിക്കും നടന്നു പോകാൻ പറ്റുന്ന പാലമൊക്കെയാണ് കേട്ടോ.
ഈ ബീച്ചിൽ അവർ നമുക്ക് ഒരു 15-20 മിനിറ്റോളം നമുക്ക് ചിലവഴിക്കാനുള്ളൊരു സമയം അവർ തരും കേട്ടോ. നല്ല അടിപൊളി ബീച്ചാണ്. ബീച്ചിലേക്ക് ഇറങ്ങാൻ അവർ സമ്മതിക്കുന്നില്ല. അവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ബീച്ചിലേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ അവർ അനുവദിച്ചിട്ടില്ല. അതിന് കരയിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം, അത്രയേ ഉള്ളൂ. മാത്രമല്ല അവിടെ നിന്നിട്ട് നമുക്ക് അവർ ഫോട്ടോ ഒക്കെ എടുത്തു തരും കേട്ടോ. അപ്പോൾ തന്നെ ഫോട്ടോ കിട്ടുകയും ചെയ്യും. അതുപോലെ കുതിര സവാരി, ഒട്ടകം, അപ്പോൾ അങ്ങനെയുള്ള സവാരികളൊക്കെ നമുക്ക് അവിടുന്ന് ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുണ്ട്. നമുക്ക് ഇളനീരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാം. അതിനൊക്കെയുള്ള ഒരു സമയമാണ് അവർ നമുക്ക് തരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഇളനീരും കഴിച്ച് ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പത്മ ഐലൻഡാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറേ ഒരു 2 മണിക്കൂറത്തെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുപോയി ഇറക്കി തരും കേട്ടോ. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു, അടിപൊളി സംഭവമായിരുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.